ചിലപ്പോഴെങ്കിലും നമുക്കൊക്കെ സംശയം വരാം, ഈ അന്ത്യോഖ്യയുമായുള്ള ബന്ധം എന്തിനാണ്, ഇത് ഇന്നലെ തുടങ്ങിയതല്ലേ എന്നൊക്കെ ചിലപ്പോഴൊക്കെ ചിലരൊക്കെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. 52 മാർത്തോമാ ശ്ലീഹ ഭാരതത്തിന്റെ അപ്പോസ്തലൻ കർത്താവിന്റെ സുവിശേഷം ഭാരതത്തിൽ അറിയിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ച ലഭിക്കുവാൻ സാധിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് AD 345 ക്നായിത്വമ എന്ന് പറയുന്ന കച്ചവടക്കാരന്റെ നേതൃത്വത്തിൽ എഡേസ അല്ലെങ്കിൽ ടർക്കിയിലെ ഉറഹ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് യൗസേപ്പ് എന്ന് പറയുന്ന ബിഷപ്പും ഏതാനും കത്തനാന്മാരും അതുപോലെ തന്നെ ഏതാണ്ട് 70ഓളം കുടുംബങ്ങൾ 400 പേരടങ്ങുന്ന ഒരു സംഘം എഡേസായിൽ നിന്ന് ഉറഹായിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. അതാണ് ഒന്നാമത്തെ സിറിയൻ കുടിയേറ്റം. സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട് നമ്മളൊക്കെ. ആ സിറിയൻ കുടിയേറ്റത്തിന്റെ പിന്തുടർച്ചക്കാർ നമ്മുടെ ഏലിയാസച്ചനും രജീച്ചനും ഒക്കെ നമ്മുടെ ജ്ഞാനായ സമുദായം അതിന്റെ ആ തനിമ നിലനിർത്തിക്കൊണ്ട് ഇന്ന് നിലനിൽക്കുകയാണ്. ഈ എഡായസായിൽ നിന്നും അവിടേക്ക് വന്ന സുറിയാനിക്കാര് അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ കീഴിൽ നിന്നും വന്നതായിരുന്നു. അതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുന്നത്? AD 325 കൂടിയ നിഖ്യാ സുന്നഹദോസ്, ആഗമാന സാർവത്രിക സുന്നഹദോസിൽ നിഖ്യാ, കുസ്തുന്തിനീസ്, പോലീസ്, എഫേസ്യൂസ് എന്ന് പറയുന്ന 3 സുന്നഹദോസുകളാണ് നമ്മുടെ സുറിയാനി സഭയും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും അംഗീകരിക്കുന്നത്. ഇതിൽ 325 കൂടിയ സാർവത്രിക സുന്നഹദോസിന്റെ 6ാം കാനോൻ. ഇതൊക്കെ ചരിത്രരേഖകളാണ്, ഇന്ന് ആർക്കും പരിശോധിക്കാവുന്നതാണ്. 325 ആ സുന്നഹദോസിന്റെ കാനോനിന്റെ 6ാമത്തെ തീരുമാനം പടിഞ്ഞാറൻ പ്രദേശങ്ങൾ റോമാ പാത്രിയർക്കീസ് മാർപ്പാപ്പായുടെ കീഴിലും, ആഫ്രിക്കൻ പ്രദേശങ്ങൾ അലക്സാന്ദ്രിയൻ പാത്രിയർക്കീസിന്റെ കീഴിലും, അതാണ് കോപ്റ്റിക് എത്യോപ്യൻ സഭ. കിഴക്കൻ പ്രദേശങ്ങൾ മുഴുവനും അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ കീഴിലുമായി ആ നിഖ്യാ സുന്നഹദോസ് നിശ്ചയിച്ചുറപ്പിക്കുകയാണ്. കുസ്തുന്തിനീസ് പോലീസിൽ കൂടിയതായ സുന്നഹദോസ് പിന്നീട് അതിന്റെ 2ാം കാനോൻ ഇത് വീണ്ടും അടിവരയിട്ട് പറയുന്നു. അതുകൊണ്ടാണ് AD 345 എഡേസായിൽ നിന്നും വന്നതായ സഭയുടെ മക്കൾ എന്ന് പറയുന്നത് പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ കീഴിൽ നിന്നും ആ സഭയുടെ മക്കളായി കടന്നു വന്നു. ഞാൻ ചരിത്രം ഒന്ന് പരാമർശിച്ചു പോകുന്നത്, ഈ പിതാക്കന്മാരൊക്കെ ടർക്കിയിൽ നിന്നോ അല്ലെങ്കിൽ ഇറാഖിൽ നിന്നോ വന്ന പിതാക്കന്മാർക്ക് ഇന്ത്യയിൽ എന്ത് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഈ വിശ്വാസവും പാരമ്പര്യങ്ങളും ഞങ്ങളൊക്കെ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളും എല്ലാം ആ അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ നിന്ന് ലഭിച്ചതായിരുന്നു. കഴിഞ്ഞ ദിവസം മാരാമൺ കൺവെൻഷന് പോകാനിടയായി. മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി ഐറേനിയസ് മെത്രാപ്പോലീത്ത അദ്ദേഹം മുളന്തുരുത്തിയിലും എവിടെ വന്നാലും അടിവരയിട്ട് പറയുന്ന, അഭിമാനത്തോടുകൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. മാർത്തോമാ സഭ ഇന്നും ഉപയോഗിക്കുന്ന മൂറോൻ, പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ അന്ന് കൂദാശ ചെയ്യപ്പെട്ടു കൊടുത്ത മൂറോനിൽ അതിൽ ചേർത്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പുതിയതായി മോറോൻ കൂദാശ നടത്തിയിട്ടില്ല. ഇഗ്നാത്തിയോസ് എന്ന് പറയുന്ന പേര് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയ്ക്ക് മാത്രം അവകാശപ്പെട്ടതായതുകൊണ്ട് മാർത്തോമാ സഭയിലെ ഒരു മെത്രാപ്പോലീത്തായും ആ പേര് ഉപയോഗിക്കുകയില്ല. കോലഞ്ചേരിയിൽ വന്ന് അദ്ദേഹം പറഞ്ഞു, ഭാരതത്തിലെ സുറിയാനി സഭകളെല്ലാം അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ നിന്ന്, ആ സുറിയാനി സഭകളെല്ലാം പാത്രിയർക്കീസ് ബാവയുടെ കീഴിൽ, എന്നാൽ അവരുടെ സ്വാതന്ത്ര്യവും ആ തനിമയും നിലനിർത്തിക്കൊണ്ട് ആ പാരമ്പര്യങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കണമെന്ന് കോലഞ്ചേരിയിൽ വന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് പിന്നീട് 8-9 നൂറ്റാണ്ടുകളിൽ സാബോർ അഫ്രോത്ത് പിതാക്കന്മാർ വന്നു. പിന്നെ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടെയാണ് പ്രതിസന്ധി ആരംഭിക്കുന്നത്. അതിനുശേഷം സഭയുടെ ഒരു ഭാഗം മാറ്റപ്പെട്ട് നമ്മുടെ സീറോ മലബാർ സഭ ഉണ്ടായി. പിന്നീട് പ്രൊട്ടസ്റ്റന്റ് മിഷണർമാർ വന്നു കഴിഞ്ഞപ്പോഴാണ് അന്ത്യോക്യൻ പാരമ്പര്യവും ആ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രവും ഉൾപ്പെടുത്തിക്കൊണ്ട് നവീകരണം ഉണ്ടായി. അങ്ങനെയാണ് മാർത്തോമാ സഭ രൂപപ്പെടുന്നത്. പിന്നീട് മോർ ഇവാനിയോസ് എന്ന് പറയുന്ന പിതാവ് റോമാ പാപ്പാപ്പയെ സ്വീകരിച്ച് ഈ അന്ത്യോക്യൻ പാരമ്പര്യങ്ങളും ആരാധനയും നിലനിർത്തിക്കൊണ്ട്
അങ്ങനെ രൂപീകരിക്കപ്പെട്ടതാണ് നമ്മുടെ മലങ്കര കത്തോലിക്ക സഭ. അതുകൊണ്ട് ആ തിരുമേനിമാർക്ക് ക്ലിമീസ് ബാബ ഉൾപ്പെടെയുള്ളവര് നമ്മുടെ വസ്ത്രധാരണം തന്നെയാണ്. അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ ഉള്ളതായ ആ സഭയാണ് കത്തോലിക്ക സഭയുടെ ഭാഗമായി അത് ചേർന്നു എന്നുള്ളത്. 1912 ഒരു മെത്രാപ്പോലീത്ത വിഘടിച്ച് ഈ സഭയിൽ നിന്നും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായിൽ നിന്നും മാറ്റപ്പെട്ട് ആ മെത്രാപ്പോലീത്തായുടെ കൂടെ പോയ കക്ഷികളാണ് മെത്രാൻ കക്ഷികൾ. പരിശുദ്ധ ബാവായുടെ കൂടെ നിന്നവർ ബാവാ കക്ഷികളായും അങ്ങനെ നിലനിന്നു. ഇങ്ങനെ ചരിത്രം ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് കാലാകാലങ്ങളിൽ മെത്രാപ്പോലീത്തമാര് വന്നാണ് ഈ വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തിയത്. കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന ബാവ 90 വയസ്സ് കഴിഞ്ഞ ബാവയാണ്. 13 ദിവസം മാത്രമേ അവിടെ ജീവിച്ചിരുന്നുള്ളൂ. ആ പരിശുദ്ധ പിതാവ് കൂടെ ഒരു മെത്രാച്ചനെ, ഒരു ദേറാക്കാരനെ കൊണ്ടുവന്ന് ഹിദായത്തുള്ള മുളമ്പുരുത്തി പള്ളിയിൽ ആണ് കബറടങ്ങിയിരിക്കുന്നത്. അന്ന് വലിയ പ്രതിസന്ധി ഉണ്ടായി. സഭ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതിരുന്ന സമയത്ത് കാലം ചെയ്യുന്നതിന് മുൻപ് ഹിദായത്തുള്ള മെത്രാപ്പോലീത്തയായി വാഴിച്ച് സഭയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ക്രമീകരണം ചെയ്ത് ആ ഹിദായത്തുള്ള ഇവാനിയോസ് എന്ന് പറയുന്ന മെത്രാപ്പോലീത്ത അങ്ങനെ മുളന്തുരുത്തിയിൽ കബറടങ്ങിയിരിക്കുകയാണ്. വടക്കൻ പറവൂര്, കണ്ടനാട്, കോതമംഗലം, മഞ്ഞനിക്കര തുടങ്ങി ഇങ്ങനെ എത്രയോ പള്ളികളിലാണ് അന്ത്യോക്യയിലുള്ള പിതാക്കന്മാരുടെ കബറിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല. നാം ആയിരിക്കും നമ്മുടെ തനിമയും വിശ്വാസവും ആരാധനയും പാരമ്പര്യങ്ങളും എല്ലാം ആ അമ്മയിൽ നിന്ന് ലഭിച്ചത് കൊണ്ടാണ് ഇന്നും സുറിയാനി സഭ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ആ പുണ്യശ്ലോകനായ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ ബാവ പറഞ്ഞത്, മക്കളെ, അന്ത്യോക്യ സിംഹാസനം നമ്മുടെ അമ്മയാണ്, നിങ്ങൾ അമ്മയെ മറക്കരുതെന്ന് പറഞ്ഞതാണ്. നമുക്കൊക്കെ ഉള്ളതായ വിശ്വാസത്തിന്റെ തിരുനാളങ്ങൾ പകർന്നു നൽകപ്പെട്ടത് ആ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നായതുകൊണ്ടാണ് നമ്മൾ ഇന്നും ആ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നത്. ലോകത്തിലുള്ള ക്രൈസ്തവ സഭകളെ ഒന്നും നമുക്ക് ചെറുതായി കാണേണ്ട കാര്യമില്ല. എന്നാൽ ഈ സഭയുടെ ശ്രേഷ്ഠത ഞാനൊരു സുറിയാനിക്കാരനായതുകൊണ്ടല്ല. ജർമ്മനിയിൽ ഡോക്ടറേറ്റ് ചെയ്യുവാൻ ചെന്ന സമയത്ത് എൻ്റെ തിസീസ് ഗൈഡായിരുന്ന ഒരു പ്രൊഫസർ, കത്തോലിക്ക അച്ഛനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ ഏത് സഭക്കാരനാന്ന് പറഞ്ഞ്, സുറിയാനി സഭക്കാരനാന്ന് പറഞ്ഞപ്പോ, ഈ സുറിയാനി ഭാഷ എന്തെങ്കിലും നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. സ്വർഗസ്ഥനായ പിതാവേ, നമ്മുടെ കുഞ്ഞുങ്ങൾ മനോഹരമായി ഗായക സംഘം പാടി സുറിയാനി ഭാഷയിൽ. ഞാൻ ആ പാട്ടുകൾ പാടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കെട്ടിപ്പിടിച്ച് ചേർത്ത് തോന്നുകൊണ്ട് പറഞ്ഞു, നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനമാണ്, ഇതെന്ന് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കർത്താവും അപ്പോസ്തലന്മാരും സംസാരിച്ച ഭാഷ ഇന്ന് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു സഭയുടെ മക്കളാണ് നിങ്ങൾ. അതാണ് ക്രിസ്ത്യാനി ക്രൗസ എന്ന് പറയുന്ന 6 കോടി വരുന്നതായ ലൂഥറൻ സഭയുടെ തലവൻ ആലുവായിൽ. അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം സെമിനാരിയിൽ വന്ന്, ഞങ്ങൾ എക്യുമെനിക്കൽ മീറ്റിങ്ങുകൾ പലപ്പോഴും കാണാറുള്ളത്, അദ്ദേഹം വന്ന് 4 ദിവസം അവിടെ താമസിച്ചു. ആലുവ പള്ളിയിലെ പെരുന്നാളിന് വന്നു. 2-2.5 മണിക്കൂർ വേർത്തൊലിച്ച് ഒരക്ഷരം പോലും മനസ്സിലാകാതിരുന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇരുന്ന് വിഷമിച്ച് കാണുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ പ്രസംഗിച്ചു കുന്നുകുരുടയിലും ആലുവായിലും. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എന്റെ 33 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കിടയിൽ ഇത്രയും സ്വർഗീയമായ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ക്രിസ്ത്യാൻ ക്രൗസ എന്ന് പറയുന്ന ജർമ്മൻകാരനായ വേൾഡ് ലൂഥറൻ ഫെഡറേഷന്റെ പ്രസിഡന്റ് ബിഷപ്പ്, സുറിയാനി സഭയുടെ ആരാധന സ്വർഗീയമാണ്, അതിന്റെ ദൈവശാസ്ത്രം ആഴമുള്ളതാണ്, അതിന്റെ ആത്മീയത സകലതിനെയും ഉൾക്കൊള്ളുന്നതാണ്. ഞങ്ങളുടെ സഭയ്ക്ക് 400 വർഷത്തെ പഴക്കമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഞങ്ങളുടെ തലമുറകളെ ഓർത്തെങ്കിലും നിങ്ങളിത് കാത്തു സൂക്ഷിക്കണമെന്ന് ആ വലിയ മനുഷ്യൻ പ്രസംഗിച്ചപ്പോഴാണ് നമ്മളൊക്കെ ചെറുതായി പോകുന്നത്. ഇതിന്റെ മൂല്യമെന്തെന്ന് മനസ്സിലാക്കാതെ എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആ വിശ്വാസത്തെ വിട്ടുകൂടുന്ന ആ രീതി പരിശുദ്ധനായ എലിയാസ് തൃതീയൻ ബാവ മലങ്കര സഭയിലേക്ക് സമാധാനത്തിനു വേണ്ടി ഈ പുണ്യപ്പെട്ട സഭയുടെ പരിശുദ്ധ പിതാവ് കടന്നു വന്ന്, അദ്ദേഹം സമാധാനം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിലൂടെ ഇന്ന് കോടാനുകോടികൾക്ക് സമാധാനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധനെ ഓർക്കുന്ന ഈ അനുഗ്രഹീത ദിവസത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ നമുക്ക് മാതൃകയാക്കണം. ഇന്നത്തെ സ്ലീഹാ വായനയിൽ നിങ്ങൾ ഒരു പക്ഷെ ശ്രദ്ധിച്ചു കാണും.
വിശ്വാസധീരന്മാരായ ഒരു ആളുകളുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ വായിച്ചു കേട്ടത് എബ്രായ ലേഖനത്തിൽ. ഹാനോക്ക് മുതൽ അനേക വ്യക്തികൾ ദൈവത്തോട് ചേർന്ന് കിടന്ന വിശ്വാസധീരന്മാരെ മാതൃകയാക്കുവാനാണ് പറഞ്ഞത്. ആ പുണ്യപ്പെട്ട പിതാവ് ഞാൻ ഇന്നലെ വൈകിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വിശ്വാസ സ്ഥിരത അതല്ലേ അദ്ദേഹത്തെ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഹൃദ്രോഗിയായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു 75 വയസ്സുള്ള സഹോദരിയാണ് അമ്മയെ പോലെ ശുശ്രൂഷിച്ചു കൊണ്ടുവന്നത്. കാല് പിടിച്ചപേക്ഷിച്ചു പോകരുത്. ഇത്രയും ദൂരത്ത് രോഗിയായി എവിടേക്ക് പോകും നിശ്ചയമില്ലാതെ അവിടുന്ന് പോകരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിളിച്ച തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി കരങ്ങളിൽ പിടിച്ച് എന്നെങ്കിലും ഞാൻ മരിക്കും, എന്നാൽ സമാധാനത്തിന് വേണ്ടി എൻ്റെ മക്കളുടെ അടുക്കലേക്ക് ഞാൻ പോകുന്നുവെന്ന് പറഞ്ഞ അതാണ് യഥാർത്ഥമായ വിശ്വാസത്തിന്റെ തീഷ്ണത എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിന്റെ തിരുനാളങ്ങളാണ് നമുക്കും പകർന്നു നൽകപ്പെട്ടത്. വിശ്വാസത്തിന്റെ അടിസ്ഥാനം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവാണ്. അവന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് യാത്ര ചെയ്യാം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ മാമോദീസ സ്വീകരിച്ച് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി, വെള്ളിയാഴ്ച പള്ളിയിൽ പോയി കുമ്പസാരിച്ച കുർബാന അനുഭവിച്ചൊക്കെ ജീവിക്കുന്ന നല്ല ക്രിസ്ത്യാനികളായിട്ടാണ് പലപ്പോഴും ജീവിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ രോഗങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസം തകർന്ന് തരിപ്പണമാവുകയാണ്. ചില ആളുകൾ എന്നാലും സഭ വിട്ടോടും, ചിലർ വാഗ്ദാനം ചെയ്യും ഒരു പ്രശ്നവുമില്ലാത്ത ജീവിതമാണ് നിങ്ങൾ ഈ കൂട്ടത്തിൽ ചേർന്നെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി നോക്കും. ചിലർ ദൈവത്തെ ഉപേക്ഷിക്കും. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാത്തിനും എല്ലാം നന്മയ്ക്കായി കൂടി വരുത്തുവാൻ എന്റെ ദൈവം വലിയവനാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവനാ വിശ്വാസം. അതാ വിശ്വാസവീരന്മാരുടെ പട്ടിക. അനേക പീഡനങ്ങളും പ്രതിസന്ധികളും വന്നപ്പോഴും അഗ്നിയിൽ സ്വർണം ശുദ്ധീകരിക്കപ്പെട്ട് തെളിഞ്ഞു വരുന്നത് പോലെ തെളിവയായി തീരുന്നതാണ് യഥാർത്ഥമായ വിശ്വാസത്തിന്റെ അനുഭവം. ഞാൻ എപ്പോഴും പറയാറുള്ള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേദപുസ്തകത്തിലെ കഥാപാത്രമാണ് അബ്രഹാം. ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്കൊക്കെ പിന്നെ വിശ്വാസികളായിരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. വാർദ്ധക്യത്തിൽ ആയ മനുഷ്യൻ, ഭാര്യയ്ക്കും പ്രായമായി, ഒരു പ്രതീക്ഷയില്ലാതിരുന്ന സമയത്ത് ഒരു കൊച്ചിനെ ദൈവം കൊടുക്കുന്നത്. അതിനെ കണ്ട് കൊതി തീർന്നില്ല. അതിനു മുൻപ് പറയുകയാണ് തിരിച്ചു തരാൻ. ഒരു അപ്പനെയോ അമ്മയോ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദന താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് നമുക്കറിയാം. അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ കുഞ്ഞിനെ യാഗമായിട്ട് കൊടുക്കാൻ. അബ്രഹാം ചെയ്തത് എന്താ? ആ വേദപുസ്തകം വായിക്കുമ്പോൾ, ആ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ആ കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന ആ യാത്ര. കഴുതയെ ഒരുക്കി, വിറകെടുത്തു വെച്ചു, കത്തിയും എടുത്തു. അപ്പൊ ഈ കൊച്ചൊരു ചോദ്യം ചോദിക്കുക, അപ്പൊ യാഗത്തിനുള്ള വിറകുമുണ്ട്, കത്തിയുമുണ്ട്, ആട്ടിൻകുട്ടി എവിടെയാണപ്പാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, മോനെ ദൈവം കരുതിക്കൊള്ളും. അവൻ തന്റെ കുഞ്ഞിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് യാത്രയാവുകയാണ്. അവിടെ ചെന്നു, കൊച്ചിനെ യാഗപീഠത്തിന്മേൽ കിടത്തി. യാതൊരു ചാഞ്ചല്യവുമില്ലാതെ ആ കുഞ്ഞിനെ തന്ന ദൈവത്തിന് കൊടുക്കുവാൻ അവൻ ഒരുങ്ങുമ്പോൾ ഇടിനാദം പോലെ ഒരു ശബ്ദം അവൻ കേൾക്കുന്നു, അബ്രഹാമേ തൊട്ടുപോകരുത്, കുഞ്ഞിന്റെ മേൽ കൈവയ്ക്കരുത്. അവൻ തിരിഞ്ഞു നോക്കി, ഒരാട്ടിൻകുട്ടിയെ അവൻ കാണുന്നു. മോനെ ദൈവം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞവന് തക്ക സമയത്ത് ദൈവം കരുതിയോ? അവിടെയല്ല അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ തെളിമ കാണുന്നത്. 22-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഇവൻ മലയിലേക്ക് കയറിപ്പോകുന്നതിന് മുൻപ് തന്റെ ബാല്യക്കാരെ വിളിച്ചിട്ട് പറയുന്ന ഒരു വാചകമാണ് ഇവന്റെ വിശ്വാസത്തിന്റെ തെളിമ കാണിക്കുന്നത്. ബാല്യക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിൽക്ക്, യാഗം കഴിച്ച് ഞാനും എൻ്റെ കുഞ്ഞും മടങ്ങി വരും. യാഗം കഴിച്ച് ഞാനും എൻ്റെ കുഞ്ഞും മടങ്ങി വരും. എന്താണ് അബ്രഹാമിന് ഇങ്ങനെ പറയാൻ സാധിച്ചത്? എൻ്റെ അസാധ്യതയിൽ, എൻ്റെ വാർദ്ധക്യത്തിൽ, ഈ ഒന്നുമില്ലായ്മയിൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ അവനെ സംരക്ഷിക്കാനും എൻ്റെ തമ്പുരാൻ മതിയായവനാണെന്ന് പൂർണ്ണമായി ദൈവം നടത്തിയ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കി. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ഈ പള്ളിയിൽ പെരുന്നാളേറ്റ് കഴിക്കുന്നവരും ഇതിൽ സംബന്ധിക്കുന്നവരും
പ്രാർത്ഥനയ്ക്കായി വന്നിരിക്കുന്നവരുമായി നിങ്ങൾ നൂറ് പ്രശ്നങ്ങളുടെ ഹൃദയങ്ങളെ വേദനപ്പെടുത്തുന്നുണ്ടാകും. മാതാപിതാക്കളെ കുറിച്ചുള്ള ആകുലത, മക്കളെ കുറിച്ചുള്ളതായ വലിയ ആകുലതകൾ, സാമ്പത്തികമായ തകർച്ച, രോഗം, അനേക വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ടും മാറാത്ത രോഗാവസ്ഥ, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചെയ്യുമില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ജീവിതത്തിൻ്റെ സന്ദർഭങ്ങൾ, അവിടെയൊക്കെ പുറകോട്ട് നോക്കണം. ഇന്നുവരെയും നടത്തിയ ദൈവം കരുതി തകർന്നു തരിപ്പണമായി എന്ന് ചിന്തിച്ചപ്പോൾ കൈകളിൽ താങ്ങിയെടുത്ത് വളർത്തിയ വഴി നടത്തിയ തമ്പുരാന്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുമ്പോൾ അതാണ് യഥാർത്ഥമായ വിശ്വാസം എന്ന് പറയുന്നത്. പ്രതിസന്ധികളിൽ കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ദൈവത്തെ കണ്ടവനായിരുന്നു പരിശുദ്ധനായ എലിയാസ് ബാവ. ആ വിശുദ്ധന്റെ പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ കർത്താവായ യേശു തമ്പുരാനാണ് അനുഗ്രഹത്തിന്റെ ഉറവിടം. തമ്പുരാന്റെ മുഖത്തേക്ക് പ്രത്യാശയോടെ നോക്കി കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ആ വിശ്വാസം നമുക്ക് പകർന്നു തന്നത്, ചിലർ പറയും നേരിട്ട് പ്രാർത്ഥിച്ചാൽ മതി, ഇവരുടെ ഒന്നും ആവശ്യമില്ല. ഇബ്രാഹിം ലേഖന കർത്താവ് പറയും, നിങ്ങളെ വിശ്വാസം പഠിപ്പിച്ച് നിങ്ങളെ വഴി നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവിതാവസാനം ഓർത്ത വിശ്വാസത്തെ അനുകരിപ്പിക്കാൻ. വേദപുസ്തകത്തിൽ വേണമെങ്കിൽ പറയാമായിരുന്നു, പഴയ നിയമത്തില് ഓരോ വ്യക്തിക്കും പറയാം എന്റെ ദൈവം എന്ന് പറയാമായിരുന്നു. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. പിതാക്കന്മാരിലൂടെയാണ് അവിശ്വാസം നമുക്ക് പകർന്നു നൽകപ്പെട്ടത്. ആ ദൈവത്തെ നമ്മൾ അറിഞ്ഞത് ആ പകർന്നു നൽകപ്പെട്ട അന്ത്യോക്യ സിംഹാസനത്തിലൂടെ കറപുരളാത്ത ആ സത്യവിശ്വാസം, അത് ചോർന്നു പോകുവാനിട വരാതെ തമ്പുരാന്റെ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിത യാത്ര നടത്താം. അദ്ദേഹത്തെ അപരിശുദ്ധനെ വാർക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ആധുനിക മനുഷ്യൻ സ്വാർത്ഥനായി മാറിയിരിക്കുക. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. തന്റെ സ്നേഹത്തിന് വേണ്ടി തന്റെ ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഇന്ന് ഏതു വഴിയും എങ്ങനെയും മറ്റുള്ളവനെ ഇല്ലായ്മ ചെയ്ത് എനിക്ക് ജീവിക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന സ്വാർത്ഥ സമൂഹത്തിലേക്ക് ഇന്ന് മലയാളി മനസ്സുകൾ ചുരുക്കപ്പെടുകയാണ്. എറണാകുളത്തിനടുത്ത് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് തന്റെ ഭർത്താവിനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്നേഹചുംബനം കൊടുത്തു വിട്ടത് കാമുകനെ അദ്ദേഹത്തെ കൊല്ലുവാൻ ഒരുക്കി നിർത്തിക്കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടുന്ന കപട സ്നേഹത്തിന്റെ പൊയ്മുഖങ്ങൾ. 23 വർഷമായി തളർന്നു കിടക്കുന്ന ഭാര്യയുടെ അരികത്ത് 2 കുഞ്ഞുങ്ങളെ പരിരക്ഷിച്ചുകൊണ്ട് ഒരു മാലാഖയെ പോലെ ഭാര്യയെ ശുശ്രൂഷിക്കുന്ന ജർമ്മൻകാരനായ ഒരു മനുഷ്യൻ. സ്നേഹത്തിന്റെ മറ്റൊരു മുഖം. പൊയ്മുഖങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ ആത്മാർത്ഥതയില്ലാതെ എനിക്ക് ജീവിക്കാൻ മാതാപിതാക്കളിൽ നിന്നെല്ലാം ഊറ്റിയെടുത്ത അവസാനം ചണ്ടി പോലെ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ആ മനോഭാവത്തോടുകൂടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും എൻ്റെ സ്വാർത്ഥതയ്ക്കും സുഖത്തിനും വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന ഒരു വലിയ വിപത്തിന്റെ സംസ്കാരത്തിലേക്ക് മാറുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച വിശുദ്ധന്റെ ആ ജീവിത മാതൃക നമുക്ക് അനുകരിക്കാം. തിരുശേഷിപ്പെന്ന് വണങ്ങാനായിട്ടൂടെ വെച്ചിരിക്കുകയാണ്. ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്, ഇതൊക്കെ വേദപുസ്തകത്തിന്റെ വിരുദ്ധമല്ലേ എന്ന്. ആ തിരുശേഷിപ്പിനെ വന്ദിക്കുന്നതും വണങ്ങുന്നതും സുറിയാനി സഭയുടെ ഒരു പഠിപ്പിക്കലും ഒരു ആരാധനയും വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കാതെ ഇല്ല. രാജാക്കന്മാർ 2-ാം പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേൽ മക്കൾ ഒരു മനുഷ്യന്റെ ശവശരീരവുമായി വരുമ്പോൾ മോവാബി പടക്കൂട്ടം വന്നപ്പോൾ അവിടെ കണ്ടൊരു കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടു. ആ കുഴിയിലേക്ക് വീണ ശവശരീരം കാലൂന്നി എഴുന്നേറ്റു നിന്നുവെന്നത് ഈ വേദപുസ്തകം പറയുന്നതാണ്. എന്തായിരുന്നു കാരണം? ദൈവത്തിന്റെ പ്രവാചകനായ എലീശായുടെ അസ്ഥി അവിടെ കിടപ്പുണ്ടായിരുന്നു. ദൈവത്തിന്റെ പ്രവാചകന്റെ അസ്ഥിയിൽ തൊട്ടപ്പോൾ മൃതശരീരം കാലൂന്നി എഴുന്നേറ്റുവെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നില്ലേ? എലിയാവും എലീശായും യോർദാന്റെ അക്കരെ കടന്നു. എലിയാവിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു. എലീശായ്ക്ക് പുഴ കടക്കാൻ മാർഗമില്ലാതെ നിൽക്കുക. നിലവിളിക്കുക, പിതാവേ ഞാനെങ്ങനെ പോകും? എലിയാവിന്റെ പുതപ്പ് താഴേക്ക് ഇട്ടു കൊടുത്തു. ദൈവത്തിന്റെ പ്രവാചകന്റെ പുതപ്പ് കൊണ്ട് യോർദാൻ നദി അടിച്ചപ്പോൾ ആ വെള്ളം 2 വശത്തേക്ക് മാറിപ്പോയി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ലേ? പൗലോസ്ലീഹായുടെ ഉറുമാലും മുത്തരിയും രോഗികളുടെ മേലിട്ടപ്പോൾ അനേകർക്ക് സൗഖ്യം ലഭിച്ചുവെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നില്ലേ? ഈ വിശുദ്ധന്റെ തിരുശേഷിപ്പ്. അതുകൊണ്ടാണ് അവിടെയെല്ലാം ദൈവത്തിന്റെ വിശുദ്ധന്മാരിലൂടെ ദൈവ ചൈതന്യവും അനുഗ്രഹവും ഒഴുകുകയാണ്. അതുകൊണ്ടാണ് ആ വിശുദ്ധന്മാരിലൂടെ ഇന്ന്
അനേകായിരങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഹൈന്ദവ സഹോദരി, നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ളതായ ഹൈന്ദവ സഹോദരി 14 വർഷമായി മഞ്ഞരിക്കരയ്ക്ക് നടന്നു പോകുന്നത്. ആ കാലിൽ ലഭിച്ച സൗഖ്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഊരമനക്കാരനായ ഒരു മനുഷ്യൻ, 3 പെൺകുഞ്ഞുങ്ങള്, ഒത്തിരി ആഗ്രഹിച്ചു ഒരു ആൺകുഞ്ഞുണ്ടാകാനായിട്ട്. അവസാനം മഞ്ഞരിക്കര ബാബായുടെ അടുക്കൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ച്. ഇന്ന് ആ കുടുംബം മുഴുവൻ അമേരിക്കയിലെ, വീട്ടുപേര് ഞാൻ പറഞ്ഞാലും പക്ഷെ നിങ്ങൾക്ക് പറയുന്നില്ല. എല്ലാ വർഷവും ആ കുടുംബം മുഴുവനും അമേരിക്കയിലാണ്. എല്ലാ വർഷവും ഏലിയാസുദ്ദീൻ ബാബായുടെ പെരുന്നാളിൽ ഇപ്പോൾ ഈ വർഷവും വന്നിട്ടുണ്ട്. ആ കുടുംബം മുഴുവനും അവിടെ വന്ന് ആ വിശുദ്ധന്റെ പെരുന്നാളിൽ സംബന്ധിച്ച് മടങ്ങുന്നു. ദൈവത്തിന്റെ വിശുദ്ധന്മാരിലൂടെ നീതിമാന്റെ വിലയേറിയ പ്രാർത്ഥന അനുഗ്രഹത്തിനായി വാഴ്വിനായി തീരുന്നുവെന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ആ വിശുദ്ധന്റെ ഓർമ്മ പെരുന്നാളെന്ന് നടത്തുന്ന ആ കുടുംബവും ഇതിൽ സഹകരിക്കുന്ന ദൈവമക്കൾക്കും നിങ്ങളിന്ന് ആ വിശുദ്ധനിലൂടെ ദൈവത്തിലേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്ക്, അപേക്ഷകൾക്ക് സ്വർഗത്തിൽ ദൈവം നമുക്ക് പ്രതിഫലം നൽകുമെന്നതിന് സംശയമില്ല. ആ ദൃശേഷിപ്പുകൾ, അവിടെ ദൈവിക സാന്നിധ്യം, അനുഗ്രഹങ്ങൾ തമ്പുരാനിലൂടെ ചൊരിയപ്പെടുന്നത് കൊണ്ടാണ് അവിടെ വരുമ്പോൾ നമുക്ക് സൗഖ്യമൊക്കെ ലഭിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഇവിടെ വരാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സാജുവങ്ങളും കുടുംബവും പ്രത്യേകമായി മാസങ്ങൾക്ക് മുൻപേ ആഗ്രഹം അറിയിച്ചു. ഇടവകയിൽ ദൈവമക്കളും ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഒത്തിരി സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നല്ല ക്രിസ്തീയ സാക്ഷ്യത്തോടുകൂടെ